അവിശ്വാസികളെ കത്തിക്കാളുന്ന നരകത്തിലേക്ക് ഭീകരമായ അവസ്ഥയിൽ തള്ളപ്പെടുന്നതിനെ ചിത്രീകരിക്കാനും പറയാനും അല്ലാഹു ഉപയോഗിച്ച ഇദാ ഉൽഖൂ ഫീഹാ എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തിരുന്നത്. ഉൽഖൂ എന്ന് പറയുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങൾ അതിൽ ഒരുമിച്ച് ഓടുമെന്നും, ഒന്ന് ആഴമേറിയ സ്ഥലത്തേക്ക് എറിയാനാണ് അത് ഉപയോഗിക്കുക എന്നും, 2 എറിയുന്ന സമയത്ത് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് എറിയുക എന്നും, 3 സ്വമേധയാ കയറുകയല്ല തള്ളപ്പെടുകയാണ് എന്നുമൊക്കെ പറയുകയുണ്ടായി. അങ്ങനെ എറിയപ്പെടുന്ന സമയത്ത് സമിഉ, അതിലേക്ക് വീഴുന്ന ചവറുകൾ, തമ്മാടികൾ, അവിശ്വാസികൾ, അവർ കേൾക്കും ലഹ, ആ നരകത്തിന്, ഷഹീഖിനെ കേൾക്കുമെന്നാണ്. ഷഹീഖ് എന്ന് പറഞ്ഞാൽ ബേജാറിന്റെ ഊക്കൊണ്ട് നെഞ്ചിന്റെ അടിയിൽ നിന്ന് വരുന്ന ശബ്ദത്തിനാണ് പറയുന്നത്. ബേജാറ് വന്നാൽ 2 സ്ഥലത്ത് നിന്ന് ശബ്ദം വരും. ഒന്ന് തൊണ്ടയിൽ നിന്ന് വരും, മറ്റൊന്ന് നെഞ്ചിന്റെ അടിയിൽ നിന്ന് വലിച്ചെടുത്തൊരു ശ്വാസം വരും. അതിനാണ് ഷഹീഖ് എന്ന് പറയുന്നത്. അപ്പൊ പേടിയുടെ ഊക്ക് കൊണ്ട് അവര് ശ്വാസം വലിക്കുന്നത് തന്നെയും ഗംഭീരമായ ഒരു അലർച്ചയായി, ഒരു മുഴക്കമായി മാറും. ഷഹീഖ് അത് നരകത്തിൽ നിന്നുള്ളൊരു ശബ്ദമായിട്ടാണ് ചില മഹാന്മാർ പറയുന്നത്. ആ നരകത്തിന് ഷഹീഖ് ഉണ്ട്. അപ്പൊ നരകത്തിന്റെ അവസ്ഥ എന്താണ്? വളരെ ദേഷ്യം പിടിച്ച ആളിങ്ങനെ ശ്വാസം വലിക്കുമ്പോ അടിയിൽ നിന്ന് തള്ളിയിട്ടൊരു മുഴക്കുള്ള ശബ്ദം ഉണ്ടാകും. അങ്ങനെ ഈ ഒരു ശബ്ദം ഇവര് അതിലേക്ക് വീഴുന്ന സമയത്ത് തന്നെ കേൾക്കുമെന്നാണ്. അതാണ് ഷഹീഖ്. വഹിയ തഫൂർ, ഏത് സ്ഥിതിയിൽ നരകം ഇങ്ങനെ തിളച്ച് മറിയായിരിക്കുന്ന. ഈ ആയത്തിന്റെ തഫ്സീറിൽ ചില മഹാന്മാർ പറയുന്നുണ്ട്, നരകത്തിന് സ്വന്തമായിട്ട് ജീവനുണ്ട് എന്നുള്ളതിനത് തെളിവാണ്. നരകം സംഗതി തീയാണ്, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്തും നരകത്തിന് ഒരു പ്രത്യേകമായ ജീവൻ കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഈ ജീവനുള്ള സാധനം ചെയ്യുന്നത് പോലെ നരകം ചെയ്യുന്നു എന്ന് വരെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അപ്പൊ നരകം ക്രോധ ആധിക്യം കൊണ്ട് അതിശക്തമായി ശ്വാസം മുഴക്കി അലറി വിളിച്ച് നരകം ഇങ്ങനെ തിളച്ച് മറിയുന്ന രീതിയിലാണ് അവരതിലേക്ക് തള്ളപ്പെടുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊന്നും കടങ്കഥയല്ല കേട്ടോ, അതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇതൊന്നും ശരിയല്ലെങ്കിൽ ദുനിയാവും ശരിയല്ല, മനുഷ്യന്മാരും ശരിയല്ല, മരണവും ശരിയല്ല, ഒന്നും ശരിയല്ല. ഇത് ഖുർആനാണ്. സമിഉ ലഹാ ഷഹീഖൻ വഹിയ തഫൂർ. നരകം ഇങ്ങനെ എരിവരി കൊള്ളുക എന്ന് പറഞ്ഞിട്ടില്ല, എരിവരി കൊള്ളുക, തിളച്ചിങ്ങനെ ഇങ്ങനെ മറിയും. സുബ്ഹാനല്ലാഹ്. തഫൂർ എന്നൊക്കെ പറയുമ്പോഴേ നല്ല വെള്ളം ചൂടാക്കി ആ ചുടുവെള്ളം ഇങ്ങനെ തിളച്ച് മറിയുന്ന സമയത്ത് അതിലേക്ക് ചെറിയ ധാന്യങ്ങൾ അരിയോ മറ്റോ ഇട്ട് കൊടുത്താൽ ആ വെള്ളത്തിന്റെ കൂടെ ഇങ്ങനെ ചൂടായിട്ട് തിളച്ച് മറിയൂലേ, അതിനാണ് അത് പറയാ ഫാറ യഫൂറു. അതിന്റെ ഒരു മുഅന്നസ് സ്ത്രീലിംഗാണ് തഫൂർ. അത് നരകമായതുകൊണ്ടാണ് അങ്ങനെ താവ് കൊടുക്കാൻ കാരണം. തഫൂർ. സുബ്ഹാനല്ലാഹ്. നരകത്തിൽ ചെറിയ ശിക്ഷ പോലും കൃത്യമായിട്ട് ഹദീസിലുണ്ട്. നരകത്തിലുള്ള ചെറിയ ശിക്ഷ എന്താണ്? അബൂതാലിബിനാണെന്നാണ്. അബൂതാലിബിന് 2 ചെരുപ്പ് ധരിപ്പിക്കപ്പെടും. ആ ചെരുപ്പ് കാലിന്റെ അടിയിൽ നരകത്തിന്റെ ഏറ്റവും ഉഷ്ണവും ചൂടും അപകടവും കുറഞ്ഞ തീക്കനലുകളാൽ നിർമ്മിക്കപ്പെട്ട 2 ചെരുപ്പ് നരകത്തിൽ ഏറ്റവും ലഘുവായ ശിക്ഷ അനുഭവിക്കുന്ന ഈ മനുഷ്യന് ധരിപ്പിക്കപ്പെടുന്ന സമയത്ത് ആ ചെരുപ്പ് താഴെ കാലിന്റെ അടിയിൽ തട്ടുമ്പോഴേക്ക് കാല് കൊണ്ട് പഴുത്ത് പൊള്ളി, കാല് കൊണ്ട് ചീഞ്ഞ് അതിന്റെ തീജ്വാല മുകളിലേക്ക് ആളിപ്പടർന്ന് ആ തീജ്വാല കൊണ്ട് കാലിന്റെ എല്ലാ ഭാഗങ്ങളും കരിഞ്ഞുരുകിയിട്ട് തലച്ചോറ് വരെ എത്തിയിട്ട് തലച്ചോറ് പതച്ച് പഴുത്ത് തല ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ ഓറം വിളക്കത്ത് വെച്ചാൽ ഒരുങ്ങുന്നത് പോലെ ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആളുടെ കാലിന്റെ അടിയിലുള്ള ചൂട് ആളിപ്പടർന്ന് തലച്ചോറിലേക്ക് എത്തിയിട്ട് തലച്ചോറ് തിളച്ച് മറിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ചെറിയ ശിക്ഷയാണ്, വലുതല്ല, ഏറ്റവും ചെറിയ ശിക്ഷ. അനുഭവിക്കാൻ കഴിയില്ല. രക്ഷപ്പെടാൻ ഒറ്റ മാർഗമുള്ളൂ. കാരണം ഏത് തീ ഉണക്കാൻ വെള്ളം വേണം.
ഏത് തീയും വെള്ളം കൊണ്ട് അണക്കുക. നരകത്തിന്റെ തീ ഉണ്ടല്ലോ, അത് ഏത് വെള്ളം കൊണ്ട് അണച്ചാലും കെട്ടുപോകില്ല. പക്ഷെ ഒരു വെള്ളം ഉണ്ട്, അതിന് ഭയങ്കര ശക്തിയാണ്. എന്താണെന്നറിയോ? വിശ്വാസി പടച്ചവനെ പേടിച്ചിട്ട് കരയുന്നവന്റെ കണ്ണിന്റെ കുഴിയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളമില്ലേ, ആ വെള്ളമാണ് നാരകീയ ജ്വാലയെ അടച്ചു കളയുന്ന വെള്ളമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഗ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. അള്ളാഹു നമ്മളാ നരകീയ തീജ്വാലയിൽ നിന്ന് അവന്റെ ഔദാര്യം കൊണ്ട് രക്ഷപ്പെടുത്തട്ടെ. ഒരു മൈക്രോ സെക്കൻഡും ആ നരകത്തിൽ കിടക്കുന്ന ദുരന്ത അപകടത്തിൽ അള്ളാഹു നമ്മെ പെടുത്താതിരിക്കട്ടെ. അവന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലാക്കട്ടെ. എപ്പോഴും നരകത്തിന് തൊട്ട് അള്ളാഹിനോട് കാവൽ തേടണം. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾ ഒരു ദിവസം 3 പ്രാവശ്യങ്ങളും കാവൽ തേടണം. അപ്പൊ പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് നരകത്ത് പോകില്ല. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ദീർഘമായൊന്ന് അർത്ഥം വെക്കാൻ പോലും പറ്റാത്ത ആയത്തുകളാണ്. ഇനി കേട്ടോളൂ ഒരായത്തും കൂടി. ഇതിപ്പോ നരകത്തെ കുറിച്ച് തന്നെയാണ് കുറച്ച് ആയത്തുകൾ, അതുകൊണ്ടാണ്. തകാദു തമയ്യസു മിനൽ ഗൈള് كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. ഇനി അർത്ഥം വെക്കുകയാണെങ്കിൽ അവിടെ വരെ വെക്കണം, അതിനൊന്നും സമയമില്ല. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ അള്ളാഹു അത് പഠിക്കാനും കാവൽ തേടാനും അതിന് രക്ഷപ്പെടാനുള്ള വല്ലതൊക്കെ ജീവിതത്തിൽ ഒരുക്കി വെക്കാനും നമുക്ക് തൗഫീഖ് കിട്ടട്ടെ. 2 കാര്യമാണ് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞത്. രക്ഷപ്പെടാൻ 2 കാര്യം. ഒന്ന്, 3 വട്ടം എല്ലാ ദിവസവും അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് ദ്വാരക്കുക. 3 വട്ടം പടച്ചവനോട് പറഞ്ഞാൽ പടച്ചവൻ കേൾക്കാതിരിക്കൂല. 1 വട്ടം തന്നെ പറയേണ്ട പോലെ പറഞ്ഞാൽ കേൾക്കും. 2, അള്ളാഹിനെ ഓർത്ത് കാര്യമാണ്. ഒരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം, എന്നെ വല്ലാതെ സ്വാധീനിച്ച ഹദീസാണ്. ലാ യലിജുന്നാറ മൻ ബക്കാ മിൻ ഖശ്യത്തില്ലാഹ്. അള്ളാഹിനെ ഓർത്ത് കരഞ്ഞോ നരകത്ത് പോകൂല. മുഹമ്മദ് മുസ്തഫ. കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലേ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാഹിച്ചു. കൂടെ ഉള്ളവർക്കും ദാഹിച്ചു. തൊട്ടടുത്തൊരു മല കണ്ടു. ദാഹിച്ചു വലഞ്ഞ സഹാബാക്കൾ അവരിങ്ങനെ പ്രയാസം വരുമ്പോഴൊക്കെ റസൂലുള്ളാഹിനോട് സങ്കടം പറയാറുണ്ട്. വെള്ളത്തിന് സങ്കടം പറയും, സോക്കട് വന്നാൽ സങ്കടം പറയും, മഴ ഇല്ലെങ്കിൽ സങ്കടം പറയും, ഭക്ഷണം ഇല്ലെങ്കിൽ സങ്കടം പറയും. ഇതൊക്കെ ഇസ്ലാമാണ്. അതൊന്നും എല്ലാന്ന് പറയരുത്, വളരെ മോശമാണ്. ഒക്കെ ഇസ്ലാമാണ്. സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലൊക്കെ നിരന്ന് കിടക്കുന്ന രേഖകള് അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞാല് പിന്നെ പള്ളിയിൽ വന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ഒക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പോ സഹാബാക്കൾ ഇങ്ങനെ കൂടിയിട്ട് മുത്തനബിനോട് സങ്കടം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ഉടനെ പറഞ്ഞു, അവിടെ അത് വലിയൊരു മല, ആ മലന്റെ അകത്ത് വല്ല വെള്ളം ഉണ്ടെങ്കിൽ, മലന്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അല്ല പാറ ഉണ്ടാ വെള്ളം വരുന്നത്, തീ ഉണ്ടാവും. ആ മലന്റെ ഉള്ളിൽ വലിയ വെള്ളം ഉണ്ടെങ്കിൽ, സൂക്ഷിപ്പുണ്ടെങ്കിൽ അതിനോടൊന്ന് കുറച്ച് വെള്ളം നമുക്ക് കുടിക്കാൻ തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ആരാണ് മുഹമ്മദ് മുസ്തഫ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. സഹാബക്കൾ പോയിട്ട് ആ മലയോട് പറഞ്ഞപ്പോ അല്ലാഹു തആല അപ്പൊ മലക്ക് സംസാരിക്കാനുള്ള ശേഷി കൊടുക്കും. റസൂലിന് വേണ്ടി കൊടുക്കുമല്ലോ. റസൂലിന് വേണ്ടി എന്താണ് മാറ്റി തിരുത്താതെ പഠിച്ചോൻ? നമ്മളെ കാര്യത്തിൽ മാറ്റി തിരുത്തും. നമ്മൾ ആരെങ്കിലും നരകത്തേക്ക് തീരുമാനം അള്ളാഹ് ആക്കിയിട്ടുണ്ടെങ്കിൽ മുത്തനബിയാണ്ട് റെക്കമെൻഡ് ചെയ്താൽ തീരുമാനം പഠിച്ചോ മാറ്റും. ആ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തട്ടെ. അപ്പോ ഇവര് പോയി പറഞ്ഞു, ഞങ്ങൾ മുഹമ്മദ് നബിന്റെ ആളുകളാണ്, അതാണ് അഡ്രസ്.
വേറൊരു അഡ്രസ്സും ഇല്ല. ഞങ്ങൾ മുഹമ്മദ് നബിന്റെ ആളുകളാണ്. ഇതുണ്ടെങ്കിലേ ഒരു വിഷജന്തുക്കളും ഉപദ്രവിക്കൂല കേട്ടോ, ഒരു സംശയം വേണ്ട. ഞാൻ വേലൊക്കെ കഴിഞ്ഞേരം എന്റെ കൂടെ യാത്ര ചെയ്യുന്ന കുട്ടിയൊക്കെ അറിയാം, ആ വേപ്പ് നായ്ക്കള് ഭയങ്കര ഭീഷണിയുള്ള സമയത്ത് വരെ നായ്ക്കൾ ഒരു 10-15 കണ്ട് ഓടും വണ്ടിന്റെ അടുത്ത്. അപ്പൊ ഞാൻ കുട്ടികളോട് ഡോർ ഓർക്കുന്ന, കാരണം അന്ന് നായ്ക്കളെ കടിച്ചു കൊല്ലുന്ന സമയാ. എത്രയോ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. കൂടെ ആയിരുന്ന ആളുകളോട് ചോദിച്ചു നോക്കി. ഞാൻ ഇവരോട് ഡോർ വെക്കുന്നത്, അപ്പൊ കനത്ത് പറഞ്ഞ അവര് തുറക്കും. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇവരൊന്നും കേൾക്കൂല, ഒറ്റ വർത്താനാ, ഞാൻ മുഹമ്മദ് നബിന്റെ ആളാന്ന് പറഞ്ഞാൽ നായ്ക്കളെ കാണുള്ളൂ. നമ്മള് മത് പറഞ്ഞാണ്ട് വരെയാണ്. ഇനി തൊട്ടാണ്ടല്ല ആഫീസ് അങ്ങോട്ട് കൂട്ടും. കളി കണ്ട് മാറും. ഞാൻ റസൂലുള്ളാഹിനെ പറഞ്ഞു വരികയാണ്, അടങ്ങി നിന്നോന്ന് പറഞ്ഞ ഓടി വന്ന നായ്ക്കളൊക്കെ കാണാൻ തിരിച്ച് ഭയങ്കര ഓട്ടോടോ. അത് എല്ലാവർക്കും പറ്റും. നമ്മളെ അഡ്രസ് മുഹമ്മദ് മുസ്തഫയാണ്. ഈ മലയോട് പറഞ്ഞു, ഞങ്ങൾ മുഹമ്മദ് നബിന്റെ ആളുകളാണ്, ഇതിൽ വല്ല വെള്ളം ഉണ്ടെങ്കിൽ തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മല സംസാരിക്കാൻ തുടങ്ങി. ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, എന്റെ അരികിൽ എന്റെ അകത്ത് ഒരു തുള്ളി വെള്ളമുണ്ടെങ്കിൽ തങ്ങൾക്ക് വേണ്ടി ഞാനത് പുറത്തെടുക്കുന്നതാണ്. പക്ഷേ ഒരു ആയത്ത് ഇറങ്ങിയതോടെ ഞാൻ പേടിച്ചുരുകിയിട്ട് എന്റെ അകത്തുള്ള വെള്ളം മൊത്തം വറ്റിപ്പോയി നബിയേ. ഏതാണ് ആയത്തെന്നറിയോ? വഖൂദുഹൻ നാസു വൽ ഹിജാറ, നരകത്തിൽ ഇന്ധനമായി കത്തിക്കാൻ അല്ലാഹു ഉപയോഗിക്കുന്ന സാധനങ്ങള് അവിശ്വാസികളുടെയും തമ്മാടികളുടെയും ശരീരങ്ങളോ വലിയ വലിയ പാറക്കല്ലുകളുമല്ലേ. ഞാൻ ആ പാറക്കല്ലുകളിൽ പെട്ടുപോകുമോ എന്ന പേടി എന്റെ ഉള്ളിൽ ആളിപ്പടർന്നപ്പോൾ പടച്ചവൻ എന്റെ ഉള്ളിൽ നിക്ഷേപിച്ച വെള്ളമെല്ലാം ഉരുകി തീർന്നു നബിയേ. അത് നരകം പേടിച്ചതിനാലാണ്. മക്കയിലുള്ള ഒരു മലയുടെ വെള്ളം നരകത്തെ പേടിച്ചിട്ട് വറ്റിപ്പോയെങ്കിൽ മൂമിനിന്റെ കണ്ണിൽ വെള്ളം ഇറങ്ങാതിരുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവോ? ഇത് റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിന്റെ 10-ാം വാള്യത്തിലുള്ള ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥം ലോകത്തറിയപ്പെട്ടാണ്. അതിന്റെ 10-ാം വാള്യത്തിലുള്ള ചരിത്രമാണ് ഞാൻ പറഞ്ഞത്, വെറുതെ പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെടാൻ 2 മാർഗം നമ്മൾ ഇന്ന് പ്രതിജ്ഞെടുക്കണം. ഒന്ന്, ഒരു പ്രയാസമില്ല, ദിനം പ്രതി പഠിച്ചോനെ, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ വരുന്ന മതി, എന്നെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണേ അള്ളാഹുവെ, നിന്റെ അഹലുകാരിയെന്ന് അതിൽ പെടുത്തൽ. 3 വട്ടം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 2, ഇടക്കിടക്ക് ഒന്നിരുന്നിട്ട് കാര്യം ഒന്നും വേണ്ട. ഇപ്പൊ ഈ സമയത്ത് നിങ്ങളിൽ ആരെങ്കിലും കണ്ണിന്ന് വെള്ളം പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സാക്ഷിയാണ്. ഞാൻ ഒരു ഹദീസ് പറഞ്ഞുതരാം. നാളെ ചില ആളുകൾ മീസാലിട്ട് തൂക്കിയിട്ട് അമല് പാളിപ്പോയാൽ അവർ പൊട്ടു. അപ്പൊ ചങ്ങലട് അല്ലോ മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോകും. നരകത്തിൽ എത്താൻ നേരത്ത് ഒരു മുടി ഓറി വന്ന് എന്റെ മുമ്പിൽ വെക്കും. അപ്പൊ അല്ലാഹു തആല അതിന് ആ കഴിവൊക്കെ കൊടുക്കും. എന്നിട്ട് മലക്കളിരുന്ന് തിരിച്ചിങ്ങോട്ട് പിടിക്കും. ഇത് നരകത്ത് പോകാൻ പറ്റൂല. മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്, പടച്ചോനെ നിന്നെ ഓർത്ത് കരഞ്ഞാല് ഓൻ നരകത്ത് പോകൂലെന്ന് നിന്റെ ആളാണ് പറഞ്ഞത്. മുഹമ്മദ് നബി നിന്റെ ആളാണ്, നീ പറയിപ്പിച്ചതാണ്. ആ ഹദീസ് ശരിയല്ലേ? ആണെങ്കിൽ ഇവൻ നരകത്ത് പോകാൻ പാടില്ല. കാരണം ഞാൻ ഇവന്റെ കണ്ണിന്റെ മേലുണ്ടായിരുന്ന പോളയായിരുന്നു, അല്ലെങ്കിൽ ഇവന്റെ താടിയായിരുന്നു, ഇവന്റെ മീശയായിരുന്നു. നമ്മളെ കണ്ണീര് ഏത് മുടിയിലാണോ തട്ടിയത് ആ മുടി അവിടെ വരും. എന്നിട്ട് പറയും, പടച്ചോനെ നരകം ചിന്തിച്ചിട്ട് ഇവൻ ഒരു സമയത്ത് കരഞ്ഞിട്ട് ആ കണ്ണീര് അവന്റെ മുഖത്ത് നിന്ന് ഞാൻ തട്ടിയിട്ടുണ്ട്, എനിക്ക് തട്ടേണ്ടി വന്നിട്ടുണ്ട്. നിന്നെ ഓർത്ത്, നിന്റെ നരകോർത്ത് പേടിച്ച് കരഞ്ഞവനാണ് ഇവൻ. ഇവൻ നരകത്ത് പോകാൻ എന്താന്ന് എനിക്കറിയില്ല, ഇവൻ ചെയ്ത് തമാടി തരായിരിക്കും. അതൊന്നും എന്നോട് ഇങ്ങോട്ട് പറയണ്ട. നിന്റെ നബി പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഓർത്ത് കരഞ്ഞോ നരകത്ത് പോകില്ല. നിന്നെ ഓർത്ത് അവൻ കരഞ്ഞു, ഇവൻ കരഞ്ഞു എന്നുള്ളതിന് തെളിവാണ് ഞാൻ. കാരണം അവന്റെ കണ്ണീര് അവന്റെ മുഖത്ത് രോമമായി നിൽക്കുമ്പോൾ എന്നിൽ തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് റസൂല് പറഞ്ഞത് ശരിയാണെങ്കിൽ അവൻ നരകത്ത് പോകാൻ പാടില്ല. അല്ലാഹു തആല അപ്പൊ മലക്കളോട് അറിയാം,
ആ മുടി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ ഓനെ നരകത്ത് കിടണ്ട സ്വർഗത്ത് കിട്ടാളി എന്ന് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് കണ്ണീരിന്റെ മഹത്വം. ആദം നബി സ്വർഗത്ത് നിന്ന് നേരെ വന്ന ഇന്ത്യക്കാണ്. ഇവിടെ വെച്ചിട്ട് 40 വട്ടം ബോധം കെട്ട് വീണു കരഞ്ഞിട്ട്. അബൂനാബുൽ ബഷർ ആദം അലൈഹിസ്സലാം. ആദം നബിന്റെ കണ്ണീര് തട്ടിയ സ്ഥലത്താണ് ഊതുണ്ടായത് എന്ന് പോലും ചില മഹാന്മാർ രേഖപ്പെടുത്തി. ഊതിന്റെ അത്തറുണ്ടല്ലോ, എന്ത് നല്ല സ്മെല്ലല്ലേ. ഈ ഊതുണ്ടായത് ആദം നബിയുടെ കണ്ണീര് തട്ടിയ സ്ഥലത്താണ് ഈ സാധനം ഉണ്ടായത്. ഇഞ്ചി ഉണ്ടായതും അങ്ങനെ, ആദം നബിന്റെ കണ്ണീര് തട്ടിയോർന്നാണ് ഇഞ്ചി ഉണ്ടായത്. ചന്ദനം ഉണ്ടായത് ആദം അലൈഹി ഇസ്ലാമിന്റെ കണ്ണീര് തട്ടിയ സ്ഥലം. ഉപ്പുണ്ടായത് ഹവ്വാ ഉമ്മന്റെ കണ്ണീരിൽ നിന്നാണ് ചില കിതാബ് കാണാം. അപ്പൊ മുഅ്മിന്റെ കണ്ണീരിന്റെ നിലമേൽ എത്രയാണ്? ഈ കണ്ണീരാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 2 കാര്യമാണെന്ന് ഞാൻ പഠിപ്പിച്ചത്. ഞാൻ എന്നോട് പറഞ്ഞത് നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. 1, 3 വട്ടം അതിനെ തൊട്ട് കാവൽ തേടുക. 2, നരകോർത്ത് പേടിച്ച് കരയാ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവാണ്. ഭീമാപള്ളിയിലെ ഉറൂസിലാണെന്ന് വാഴത്. അപ്പൊ കാർമാർഗാണ് യാത്ര. യാത്രയിലുള്ള സുരക്ഷിതത്തിന് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടത് ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. കത്തിക്കാളുന്ന ഭീകരമായ നരകത്തെ കുറിച്ചാണ് ഞങ്ങൾ പരാമർശിച്ചത്. പറയാൻ പോലും അണ്ണാക്ക് വഴങ്ങാത്ത വിഷയമാണ്. അല്ലാഹുവേ, നിന്റെ ഖുർആനിൽ നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഒപ്പിച്ചതാണ്. തലകറങ്ങുന്ന വിഷയമാണ്, മനസ്സുരുകുന്ന വിഷയമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പാവങ്ങളായ അടിയങ്ങളുടെ കയ്യിൽ കാര്യമായി കരുത്തൊന്നുമില്ല, കരുതലൊന്നുമില്ല, വിഭവങ്ങളൊന്നുമില്ല. നിന്റെ കാരുണ്യത്തിൽ മാത്രമാണ് ഞങ്ങളെ പ്രതീക്ഷ. നിന്റെ കാരുണ്യത്തിൽ പൊതിഞ്ഞുകൊണ്ട് കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. ആ നരകത്തിൽ ഒരു സെക്കൻഡ് ഞങ്ങളെ കടുത്തല്ല റബ്ബേ. ഞങ്ങൾ മയ്യിത്താവുന്ന ദിവസം ഞങ്ങൾക്ക് സന്തോഷദായകമായ ദിവസമാക്കണേ അല്ലാ. ഞങ്ങളെ ഖബറുകൾ ഞങ്ങൾക്ക് നീ വിശ്രമ കേന്ദ്രമാക്കണേ അല്ലാ. അതിന് ദുനിയാവിൽ പരിശ്രമിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സദുദ്യമങ്ങളും പദ്ധതികളും ഉദ്ദേശങ്ങളും നീ വിജയിപ്പിക്കണേ അല്ലാ. നീ പൂർത്തിയാക്കി തരണേ അല്ലാ. ആലിമീങ്ങൾക്ക് ഇൽമിൽ ബർക്കത്ത് നൽകണേ അല്ലാ. മുത്തഅല്ലിമീങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ കേട്ടതും വായിച്ചതും മനസ്സിലാക്കിയതുമായ ഇൽമുകൾ ജീവിതത്തിൽ പകർത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, കച്ചവടക്കാർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാ. യാത്രക്കാർക്ക് നീ സുരക്ഷിതത്വം നൽകണേ അല്ലാ. കടലിൽ പോയി കുടുംബത്തെ പോറ്റാൻ പാടുപെടുന്നവരുണ്ട്. അവരുടെ മത്സ്യസമ്പത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ക്ലേശങ്ങൾ നീക്കിത്തരണേ അല്ലാ. ദുരിതങ്ങളിൽ നിന്ന് അകറ്റണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ആരോടും പക നൽകല്ല അല്ലാ, ദേഷ്യം നൽകല്ല അല്ലാ, ശത്രുത നൽകല്ല അല്ലാ. ഞങ്ങളോട് ദീന് പറയുന്നതിന്റെ പേരിൽ ആവശ്യമില്ലാതെ പകയും ദേഷ്യവും ആന്തയും വിയോജിപ്പും ശത്രുതയുമായി നടക്കുന്നവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നീ നന്നാക്കി കൊടുക്കണേ അല്ലാ. ഇല്ലെങ്കിൽ അവരെ ഗീബത്തിൽ നിന്ന്, നമീമത്തിൽ നിന്ന്, കളവിന്റെ പ്രചരണത്തിൽ നിന്ന്, അല്ലാഹുവേ, അവരുടെ ശത്രുതയിൽ നിന്ന്, അസൂയകളിൽ നിന്ന്, കുനിറ്റുപോരുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ശിഷ്യന്മാരെയും തലമുറയെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇസ്രായേലിന്റെ മുന്നേറ്റത്തെ നീ തടയണേ അല്ലാ. അവരെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഫലസ്തീനിൽ സഹായം നൽകണേ അല്ലാ. ഇതിൽ ചെറിയ കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, പ്രായമുള്ളവരുണ്ട് റബ്ബേ. ഈ സദസ്സിൽ ആരെയും കത്തിക്കാളുന്ന നരകത്തിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ.
ഞങ്ങളെ എല്ലാം ഹബീബിന്റെ ജിവാറിൽ സ്വർഗത്തിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ സന്തോഷം ഞങ്ങൾ മൗത്താകുന്ന ദിവസമാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ദഅവത്തിന് വേണ്ടി സഹകരിക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത്, പ്രത്യേകിച്ച് മരക്കാർ ഉസ്താദ്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട വാങ്ങിയവര് എല്ലാവർക്കും നീ ഖബറുകൾ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. വെട്ടം കൊടുക്കണേ അല്ലാ. സുഗന്ധം കൊടുക്കണേ അല്ലാ. റബ്ബനാ ഉൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് വർഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മതി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه يا رب العالمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين والحمد لله رب العالمين.